إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അവസാനം സന്തോഷപൂർവം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളാരും തന്നെ സന്തോഷത്തിലല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ. നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരുമായ ഒരുപാട് ആളുകൾ എവിടെയെന്നറിയാത്ത വിധം അവരുടെ ജീവസുറ്റതായ അവസ്ഥയിൽ നിന്ന് അപ്രത്യക്ഷമായി കിടക്കുകയാണ്. നമ്മുടെ സമീപത്തും എന്റെ ഖുതുബ കേൾക്കുന്ന ആളുകളുടെ നാടുകളിലുമായി ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു ഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും തീരാനൊമ്പരമായി അതിന്റെ ആഴം അനുസ്യൂതമമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും കർണപടങ്ങളിലേക്ക് 10-14 ആളുകൾ മരിച്ചു എന്നായിരുന്നു കേട്ടിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഒരുപാടധികം ആളുകൾ മരണപ്പെട്ടത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ 5-6 ഇരട്ടി അധികം ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളും സഹോദരങ്ങളും അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഓരോ ആളുകളും വാവിട്ട് കരയുന്നത് നമ്മളൊക്കെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയി എന്ന് ആരും പറയുന്നില്ല. എന്റെ കുടുംബം പോയി, എന്റെ വാപ്പയും എന്റെ ഉമ്മയും പോയി, എന്റെ പെങ്ങളും സഹോദരിയും പോയി, എല്ലാവരും പോയി എന്നാണ് പറയുന്നത്. എന്താണെന്ന് അവർക്കറിയില്ല. പോയി എന്ന് പറഞ്ഞാൽ ജീവനറ്റ മൃതശരീരങ്ങൾ പോലും കിട്ടാത്തവരായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെയുള്ളത്. നമുക്കറിയാം,
വയനാട് ചുരത്തിന്റെ മുകളിൽ നിന്നൊരു വീഡിയോ എടുത്താൽ, ഏതെങ്കിലും സ്റ്റേഡിയത്തിന്റെ അകത്ത് നിന്നൊരു വീഡിയോ എടുത്താൽ ആ വലിയ ഏരിയ നമ്മൾ കാണുന്നത് ഒരു ചെറിയ മൊബൈൽ ഫോണിലാണ്. ഇന്ന് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും വയനാടിന്റെ ഈ വേദനാജനകമായ കാഴ്ചകളെ നമ്മുടെ ചെറിയ മൊബൈൽ ഫോണിലാണ് കണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നെല്ലാം ഒരുപാട് ഭീമത്സകമായ ഭീകരതയുള്ള അവസ്ഥയാണ് അവിടെയുള്ളത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അവിടെയുണ്ട്, റൂംമേറ്റുകളും കൂട്ടുകാരുമായ ആളുകൾ അവിടെയുണ്ട്. അവരെയൊക്കെ വിളിക്കുമ്പോൾ പല ഫോണുകളും റിംഗ് ടോണുകളിലല്ല ഉള്ളത്. പലരും എവിടെയെന്നറിയാത്ത വിധത്തിലാണ് ഉള്ളത്. അള്ളാഹു അവർക്കെല്ലാവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. ഒരുപാടൊന്നും പറയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വീടുകൾ, സ്ഥാപനങ്ങൾ, രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ചിരിച്ച് കിടന്നുറങ്ങിയവർ ആ നാട്ടിൽ പോലും അല്ലാത്ത വിധം മയ്യത്തുകളായി 90-100 കിലോമീറ്ററുകൾ ദൂരെ പല കഷ്ണങ്ങളായിട്ട് കിട്ടുകയാണ്. ഓരോ അവയവങ്ങളും 600-ലധികം അവയവങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ആരുടേതെന്നറിയാത്ത കുറെ കഷ്ണങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ പരീക്ഷണമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ജീവന് വേണ്ടി മലയാളക്കരയും മറുകരയും നൊമ്പരം കൊണ്ട് തള്ളി നീക്കിയപ്പോ 100 കണക്കിനല്ല 1000-കണക്കിന് ആളുകളെയാണ് അവിടെ കാണാതായിരിക്കുന്നത് എന്നതാണ് വലിയ പ്രതിഭാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് കരകയറ്റുമാറാവട്ടെ. എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന പ്രകൃതി ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ഖുതുബ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന്. നമ്മളൊക്കെയും എത്തേണ്ടതായ ചില ചിന്താമണ്ഡലങ്ങളുണ്ട് ഈ സന്ദർഭങ്ങളിൽ. നമുക്കറിയാം, ഒരു ഭാഗത്ത് ആളുകൾ ഇതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കുകയാണ്. ന്യൂനമർദ്ദവും അതല്ലെങ്കിൽ പർവ്വതങ്ങളുടെ അല്ലെങ്കിൽ മലനിരകൾക്കുള്ളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളുമൊക്കെ അതിന്റെ പൊട്ടിയൊഴുക്കലായി ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു ഭാഗത്ത് അതിന്റെ ശാസ്ത്രീയമായ ഭാഗമാണത്. എന്നാൽ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ വരികൾ നമ്മൾ വായിക്കുകയാണ്. ഒരു ഭാഗത്ത് തന്റെ സ്വന്തം ആളുകളെപ്പോലെ എവിടെ നിന്നൊക്കെയോ വന്ന ആയിരങ്ങളായ യുവാക്കൾ ഒരു യന്ത്രസാമഗ്രികളും ഇല്ലാതെ അവരുടെ കഠിന പ്രയത്നവും അവരുടെ പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായി ഈ പറഞ്ഞ അപകടം പിടിച്ച വെള്ളക്കെട്ടുകളിലേക്ക് ചാടി തപ്പിയെടുക്കുകയാണ് ഓരോന്നും. ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് അവരെ സഹായിക്കാനായുള്ള ഹസ്തങ്ങൾ ഇങ്ങനെ ഒരുമിക്കുന്നു. കോടികളായ ഒരുപാട് സമ്പാദ്യങ്ങൾ അവർക്ക് വേണ്ടി റെഡിയായി നിൽക്കുന്നു. ഭക്ഷണപ്പൊതികളും വസ്ത്രങ്ങളുമായിട്ടുള്ള ലോഡ് കണക്കെയുള്ള വാഹനങ്ങൾ ചുരങ്ങളിൽ ക്യൂ നിൽക്കുന്നു. ഇതൊരു ഭാഗത്താണ്. ഇവിടെയൊക്കെയും നമ്മളുടെ എല്ലാ സംഘങ്ങളും സംഘടനകളും അവരുമായിട്ട് 100% കൂറുപുലർത്തി ഐക്യദാർഢ്യത്തോടുകൂടി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നും അവരെ സഹായിച്ചും സന്നദ്ധരായി നിൽക്കുന്നു. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള പിക്ചർ. ഇതാണ് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ നമ്മളൊക്കെ ആലോചിക്കുക, നമ്മുടെ വിഷയം ഇതിന്റെ ഉള്ളിൽ നിന്നാൽ മതിയോ എന്നാണ് ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത്. ഒരുപാട് ആലോചിക്കുമ്പോൾ നമ്മളുടെ ഇവിടെ ഭൗതികമായി നമുക്ക് ചെയ്യാവുന്ന നമ്മളുടെ കർമ്മശേഷിക്ക് ഒരു പരിധിയുണ്ട്, സഹായങ്ങൾക്കൊരു പരിധിയുണ്ട്. ഈ പറഞ്ഞ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിന്നാൽ പോലും ചില പ്രദേശങ്ങളിലേക്ക് ഇന്നും ഈ സംഘം എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. പരിധിയുണ്ട്. കാരണം ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യരെ നിങ്ങൾ ദുർബലരാണെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാം കഴിയില്ല. ആ കണ്ടുകിട്ടിയിരിക്കുന്ന അവയവങ്ങൾ പോലും ആരുടേതൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ, മയ്യത്ത് പോലും ഒരുമിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ, പോസ്റ്റ്മോർട്ടങ്ങൾ പോലും വേണ്ടെന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ വേദനാജനകമായ കാഴ്ചകൾ എന്നെക്കാളും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെയാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരുപാട് മേഖലകൾ നമുക്ക് പറയാനുണ്ട്. മിമ്പർ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ള, നമുക്ക് എത്താനുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിയന്ത്രിക്കുന്നത് പടച്ചോനാണ്. ഭൂമിയും ആകാശവും എല്ലാം, മലകളും പർവ്വതങ്ങളും നക്ഷത്രങ്ങളും കാറ്റും ഇടിയും മിന്നലും
ഒക്കെയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇതൊരിക്കലും ഈ നാട്ടിലുള്ള ഒരാളുടെയും നിയന്ത്രണത്തിലല്ല. ആദ്യമായിട്ട് നമുക്ക് വേണ്ട തൗഹീദ് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും അവരുടെ നാവിൻ തുമ്പത്ത് നിന്ന് വന്നു പോവാണ്. ഇത് മുകളിൽ നിന്നുള്ള ശക്തിയാണ്. ആ ശക്തിക്ക് മുന്നിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. മുകളിലുള്ള ആൾ പരീക്ഷിച്ചതാണ്. ആ ദൈവത്തിന്റെ കോപമാണ് എന്നൊക്കെ ആളുകൾ പറയുകയാണ്. എല്ലാത്തിലും ശരികളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. വശംസു തജ്രി ലിമുസ്തഖരിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. നമ്മളെല്ലാവരും ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയ ആൾക്കാർ ഓർക്കുള്ളതാണ്. ഇന്ന് നമ്മൾ ഓതി വെച്ച ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ അതിൻ്റെതായ ഒരു താവളത്തിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നു. അത് സർവജ്ഞനായ പ്രതാപശാലിയായ പടച്ച തമ്പുരാൻ കണക്കാക്കിയിട്ടുള്ള, പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് അതിന്റെ സഞ്ചാരം. ആ വ്യവസ്ഥയിലാണത്. അതുപോലെ തന്നെ പറഞ്ഞു ലശംസു യംബഇ ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ പറ്റി പറഞ്ഞു. നാം ചില സങ്കേതങ്ങൾ അതിനെ കണക്കാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് അതിന്റെ സഞ്ചാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇതൊരു ഈന്തപ്പനയുടെ പഴക്കം ചെന്ന കുലത്തണ്ട് പോലെ അവസാനമായിത്തീരുന്നു എന്ന് അള്ളാഹു അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദുരന്തം നടക്കുമ്പോൾ ആളുകൾ വ്യത്യസ്ത ദിശകളിലാണ് ചിന്തിക്കാറുള്ളത്. എവിടെ നിങ്ങളെ പടച്ചോൻ എന്ന് ചോദിച്ചവരില്ലേ? അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചവരില്ലേ? ഗ്രൂപ്പുകളിൽ മഴ അധികമായാൽ, മഴ അപകടകാരിയായാൽ, ദുരന്തങ്ങൾ വിതക്കപ്പെട്ടാൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ് വേദനയുള്ള മനസ്സോടെ നമ്മൾ പ്രാർത്ഥന പോസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് കമന്റാണ്, ഈ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ 2 ദിവസം മുമ്പ് ഈ പ്രാർത്ഥന ഇട്ടൂടായിരുന്നു, ഇതെല്ലാം നശിച്ചിട്ട് ഇത് പ്രാർത്ഥിച്ചിട്ട് എന്താണ് എന്നൊക്കെ ആളുകൾ കമന്റ് ചെയ്യണം. നിങ്ങളെ റബ്ബ് എവിടെ? നിങ്ങൾ അള്ളാഹ്ക്ക് രക്ഷിച്ചൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു ചെറിയ ദുർബലതയിൽ നമ്മളും വിചാരിക്കും, എന്തിനായിരുന്നു പടച്ചോൻ അങ്ങനെ ചെയ്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെയും ഗോത്രത്തെയും നാടിനെയും ഒക്കെ ഇതുപോലെ കൂട്ടമായി എടുത്തു കളഞ്ഞത് ആദ്യത്തെ കഥയല്ല ഇത്. നമ്മുടെ ലൈഫിൽ പോലും ആദ്യത്തെ കഥയല്ല ഇത്. നമ്മുടെ ഈ ഇയറിൽ പോലും ഒന്നാമത്തെ കഥയല്ല ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കലും അത് നടപ്പിലാക്കലും അതേപോലെ തന്നെ അതിന്റെ ഉന്മൂലനവും പടച്ച തമ്പുരാൻ വ്യത്യസ്തങ്ങളായിട്ട് ഹറമിൽ പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ? 100 കണക്കിന് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിച്ച്. അതാ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും എല്ലാ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് സുമ്മ ഇലൈനാ തുർജഊൻ, അവനിലേക്കാണ് മടക്കപ്പെടുക. ആളുകൾ പറയും, പാരത്രിക ലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ ഇവിടെ കത്തിച്ചു കളഞ്ഞാൽ, ഭസ്മമാക്കി കളഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും, അതേപോലെ തന്നെ പാരത്രിക ലോകത്ത് വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾക്ക് പോലും അവരുടെ ചിന്തയും വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ശവങ്ങൾ എന്ന് പറഞ്ഞ, ബോഡികൾ എന്ന് പറഞ്ഞ, മയ്യത്തുകൾ എന്ന് നമ്മൾ പറയുന്ന ഇതിനെയൊന്നും അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം, ഹാ എന്ന് വാ പൊളക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലാ മനുഷ്യരായ നമ്മളെല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവമില്ലായിരുന്നെങ്കിൽ ഈ ദുരന്തം നടക്കാതിരിക്കുമായിരുന്നോ എന്നതിനവർ മറുപടി പറയണ്ടേ? ദൈവമില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലത്തും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോറ്റി വളർത്തി ഇങ്ങനെ കാത്തിരിക്കുമെന്നാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘങ്ങൾ ചേർന്നിട്ടല്ല, ഗോത്രങ്ങളും ചില ഭൂപ്രദേശങ്ങൾ അടക്കമുള്ളതിനെ അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെയുമാണ് അള്ളാഹുവിനെ ആരാധിക്കുന്ന, ആത്മാർത്ഥമായി അമലുകൾ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന ഈ കർമ്മങ്ങളുണ്ടല്ലോ, ചെയ്തിരിക്കുന്ന ഈ തീരുമാനങ്ങളുണ്ടല്ലോ, അതെന്തിന്റെ ഫലമായിട്ടാണെന്നും അതെന്തുകൊണ്ടാണെന്നും അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ചിന്തിക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സമയം കണ്ടെത്തേണ്ടത്. സമ്പന്നരും അതുപോലെ അധികാരം കയ്യിലുള്ളവരും യന്ത്രങ്ങളുള്ളവരുമായ നമുക്കാർക്കും തന്നെ പ്രിയപ്പെട്ടവർ ഇതിൽ റോളില്ല എന്നതാണ്. എല്ലാവരും കഴിയുന്നത് ചെയ്യുന്നു എന്ന് മാത്രം. എന്നാൽ ഇതിനി വരാതിരിക്കാൻ, അല്ലെ, ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു, ഇതിനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ആലോചിക്കേണ്ടത്. ഏത് വരാതിരിക്കാൻ? ആകാശഭൂമികൾ പൊട്ടിപ്പിളരുന്നതും സമുദ്രങ്ങൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അത്കാലഹാ വഖാല ലിൻസാനു മാലഹാ
യൗമൈദിൻ തുഹദ്ദിദു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സമുദ്രങ്ങൾ പൊട്ടിയൊഴുക്കപ്പെടും നിങ്ങൾക്ക് തടുക്കാനാവാത്ത വിധത്തിൽ എന്ന് ഖുർആൻ പറഞ്ഞ അതേപോലെ തന്നെ ഭൂമിയിലെ പർവ്വതങ്ങൾ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? ആ ഖിയാമത്ത് നാളിന്റെ അവസാനത്തിൽ പർവ്വതങ്ങൾ ധൂമങ്ങളായി പൊടിപടലങ്ങളായി പാറിക്കളക്കുന്ന രൂപത്തിൽ നിസ്സാരമായ വസ്തുവാക്കി കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? നമ്മൾ കണ്ടു വലിയ വലിയ പാറക്കെട്ടുകൾ അനക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടുത്തെ ആളുകൾ ആലോചിക്കണം. നമ്മളെല്ലാരും, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വയനാട്ടിൽ ഈ ഭൂകമ്പം നടന്ന, ഈ പ്രളയം നടന്ന, ഈ പറഞ്ഞ പൊട്ടിയൊഴുക്കലുകൾ നടന്ന പ്രദേശത്തുള്ള കിണറുകൾ എവിടെ? നിങ്ങൾ ആലോചിക്കണം. കിണറുകൾ എവിടെ? അവിടുത്തെ പൈതങ്ങൾ എവിടെ? ആ പ്രദേശങ്ങളിൽ ജീവിച്ച പിഞ്ചുബാല്യങ്ങൾ എവിടെ? ആലോചിക്കണം നമ്മളെല്ലാരും. രോഗികൾ എവിടെ? ഗർഭിണികൾ എവിടെ? ആർക്കും അറിയാത്ത വിധത്തിലാണ് അത്. തെരഞ്ഞു നടക്കുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ വടി കുത്തിപ്പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എവിടെയാണ് കിണറുള്ളത് എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, വന്യജീവികൾ നാട്ടിൽ നിന്നല്ല, അങ്ങാടിയിൽ നിന്നല്ല ഇത് ഒഴുകി വന്നിരിക്കുന്നത്, കൊടുങ്കാട്ടിൽ നിന്നാണ്. ഈ വെള്ളക്കെട്ടുകൾ പൊട്ടിയൊഴിക്കപ്പെട്ടത് കൊടുങ്കാടുകളിൽ നിന്നാണ്. അവിടെ നിന്ന് അതോടൊപ്പം വരുന്ന വന്യജീവികളും അതേപോലെ ഇഴജന്തുക്കളായി നമ്മൾ ഭയപ്പെടുന്ന വിഷജീവികളും ഉള്ളിടത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഈ മയ്യത്തുകളും തെരഞ്ഞു നടക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ. ഓരോ ചളിയിലേക്കും ധൈര്യപൂർവ്വം യുവാക്കൾ ഇങ്ങനെ കൈയിട്ട് മാന്തിയെടുക്കുമ്പോൾ അവരെ എന്തൊക്കെ ജീവികൾ കടിക്കും എന്ന ഭയം പോലും ചിന്തിക്കാതെ ഈ മരിച്ച മയ്യത്തുകളെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ആവശ്യം. ആലോചിച്ചു നോക്ക്. ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ മയ്യത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകളെ കരയുന്നത്. ബാപ്പാന്റെ ജീവൻ കിട്ടാനല്ല, തന്റെ കാണാതായ മകനെ ജീവനോടെ കിട്ടാനല്ല. ആലോചിക്കണം. അവർക്ക് മയ്യത്തുകൾ കിട്ടിയാൽ മതി എന്നിടത്തേക്ക് വന്നു. ഓരോ കഷ്ണങ്ങൾ പിടിച്ച് ആളുകൾ കരയാണ്. ഇത് വാപ്പാന്റെ കാലാണോ? ഇത് ഉമ്മാന്റെ കൈയാണോ? ഇത് വാപ്പന്റെ തലയാണോ എന്നോടിയെടുത്ത ആളുകൾ ആ ജിജ്ഞാസയോടുകൂടി ഇതിനെ പിന്നാലെ പോകുമ്പോഴാണ് മനുഷ്യരെ ഇങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ നടന്ന് കാഴ്ചക്കാരായി ബാക്കി നിൽക്കുന്ന ആളുകൾക്കാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ബാധിക്കാറുള്ളത്. മരിച്ചുപോയ ആളുകൾക്ക് അത് ബാധിക്കുന്നില്ല. ആലോചിക്കണം നമ്മളെല്ലാരും. മരിച്ചുപോയ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചവരാണെങ്കിൽ, അവരവരുടെ ജീവിത മേഖലകളിൽ സാഹചര്യങ്ങളിൽ നന്മ പകുത്തു നിർത്തിയ ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബേജാറാകേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് ഷഹീദിന്റെ കൂലിയാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് നടന്നത്. എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു ആളുകൾക്ക് അല്ലാഹുവോട് വെറുപ്പായിപ്പോ, മുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും പല ഗ്രൂപ്പുകളിലും ഇടുന്ന വരികൾ കേൾക്കുമ്പോൾ അല്ലാഹുവിനെ വെറുക്കാണ്. എന്തിനാ ഇത് നടന്നതെന്നും നീ അറിയാത്ത പലതും ഇതിന്റെ ഉള്ളിലുണ്ട് എന്നും അല്ലാഹു ഇതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നും ചിന്തിക്കാത്ത ആളുകൾക്ക് അല്ലാഹുവിനോട് വെറുപ്പാണ്. പക്ഷേ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യത്തിന്റെ ചെറിയൊരു അംശം തന്നിട്ടാ ഇന്ന് നമ്മൾ ഈ കാണുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ ബാക്കിയാകുന്നത്. ആലോചിക്കണം നമ്മളെല്ലാരും. പ്രിയപ്പെട്ടവരെ, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, അവൻ എത്ര നിങ്ങൾക്ക് ഭൂമിയിൽ മുഴുവനും അവനാണ് എല്ലാം നിങ്ങൾക്ക് സൃഷ്ടിച്ച് സംവിധാനിച്ച് തന്നിരിക്കുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പടച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമി എന്ന സംവിധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്കിടയിലെ ഒരു മുടിനാരിഴ പോലുള്ള ഒരു പ്രദേശം മാത്രമാണ് അല്ലാഹുവിന്റെ മുന്നിൽ. ഇത് വളരെ ചെറിയൊരു മേഖലയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാരും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് മക്കന്നാകും ഫിൽ അർള് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് നാം ഭൂമിയിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കതിൽ നാം പല ജീവിത മാർഗങ്ങളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ വളരെ കുറച്ച് നന്ദി കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കും എന്നോട് വിരോധം തോന്നരുത്. വയനാട് ജില്ലയിൽ ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് മസാജ് സെന്ററുകളും സ്പാകളും ഒരുപാട് തോന്നിവാസ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് അറിയാത്തവരല്ല നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവന്റെ
അവന്റെ സൃഷ്ടിയെ അള്ളാഹുവാണെന്ന് വിളിക്കുന്ന, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിളിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട് പരീക്ഷിക്കപ്പെട്ടാൽ എന്തത്ഭുതപ്പെടാനാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഇവിടേക്ക് നമ്മുടെ ചിന്ത പോകണം, ഇവിടേക്ക് നമ്മുടെ ചിന്ത പോകണം. ഇനിയോ അള്ള പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം. ഞാൻ തരുന്ന പണിയുണ്ടല്ലോ, നിങ്ങൾ സൂക്ഷിച്ചോളി. അതുകൊണ്ട് ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ, ഞാൻ അങ്ങനെ ഒരു പണി തരുമ്പോ അതിലൊരു പക്ഷെ നല്ലൊരു പെടും, ചെറിയ ആട്ടുംകുട്ടി പെടും, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ പെടും, വയസ്സായ ആളുകൾ പെടും, പള്ളികൾ പെടും, അതുപോലെയുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പെടും. അതൊന്നും ഇവിടെ നോക്കരുത്. ഞാൻ തരുന്ന ഫിത്ന അതാണ്. അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും വിശദീകരിക്കാതെ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നോട് നന്ദി കാണിക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ അവർ കുറച്ചാളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നാൽ അവിടെ വേറൊരു വിഷയമുണ്ട്. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലൻ മാ തഷ്കുറൂൻ. എല്ലാ സൗകര്യവും ഞാൻ ഭൂമിയിൽ കൊടുത്തു, പക്ഷേ അവർ നന്ദി കാണിക്കുന്നില്ല എന്നോട്. വഇദ് തഅദന റബ്ബുക്കും ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അസീദന്നക്കും, നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരാം. വലഇൻ കഫർതും, നിങ്ങൾ നിഷേധിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും കേട്ടോ. വീട്ടിൽ സുരക്ഷിതമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന മസ്കൻ, ശാന്തിഗ്രഹം എന്ന് വീടിന് പേരിട്ട ഏറ്റവും നല്ല സമാധാനത്തോടെ അന്തിയുറങ്ങാൻ പറ്റിയ ഭൂമിയിലെ ഏറ്റവും നല്ല സങ്കേതം സ്വന്തം വീടെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. അവിടെ മക്കളോടൊപ്പവും ഭാര്യയോടൊപ്പവും മാതാപിതാക്കളോടൊപ്പവും കിടന്നുറങ്ങിയവരുടെ കഥയാണ് കണ്ണ് നനഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത്. എന്താണ്? അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വ ആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമ. നിങ്ങൾ ശിക്ഷിക്കുന്നത് കൊണ്ട് അല്ലാഹു എന്ത് ചെയ്യാനാണ്? നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം അല്ലാഹു നന്ദി കാണിക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനുമാണ്. അല്ലാഹു എന്തിനാ നിങ്ങൾ വെറുതെ ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കില്ല എന്ന് ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഭൂകമ്പങ്ങളും മറ്റു പ്രകൃതി ദുരന്തങ്ങളും അധികരിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളവും കൂടിയാണെന്ന് വിശ്വാസികളായ നമുക്ക് ഓർമ്മ വരണം. അന്ത്യനാളിന്റെ അടയാളമാണ്. നിങ്ങൾക്കറിയാം, ഒരു കാർമേഘം കണ്ടാൽ അള്ളാന്റെ റസൂല് ബേജാറാവും. കാരണം എന്താ? വെള്ളം എന്നത് അള്ളാന്റെ സൈന്യമാണ്, മിന്നൽ എന്നത് അള്ളാന്റെ സൈന്യമാണ്, കാറ്റ് എന്നത് അള്ളാന്റെ സൈന്യമാണ്. അള്ളാഹു ഇത് ഉപയോഗിച്ചിട്ടാ പണി തരും നമുക്ക്. ഖിയാമത്ത് നാളിലും അങ്ങനെ തന്നെയാണ്. ഭൂമി അടിമേലെ മറിക്കും. ആകാശത്ത് നിന്ന് കനത്തിൽ മഴ വന്നാൽ സ്കൂട്ടറിൽ പോകാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മള്. ആകാശത്ത് നിന്ന് ചരൽക്കല്ലുകൾ വിതറും. അള്ളത് ചെയ്തിട്ടുണ്ട്. കാറ്റുകൾ വരും, ഘോര ശബ്ദം, താങ്ങാനാകാത്ത ശബ്ദം. ആ ശബ്ദം കർണപടങ്ങളിൽ അടിച്ചിട്ട് ആളുകൾ മരിച്ചു പോവുക. അത്രയും കനത്തിലുള്ള ശബ്ദം അള്ള ചെയ്തിട്ടുണ്ടത്. ഭൂമി അടിമേലെ മറിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ മുമ്പൊരു വിഭാഗം ജനങ്ങൾ ജീവിച്ചിരിച്ചിരുന്നുവോ എന്ന് സംശയിച്ചു പോകുന്ന വിധത്തിൽ അപാരമായ വിജനതയിലേക്ക് ആ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമേലെ മറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് വരേണ്ട ചിന്ത അതാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ പറയാണ്, അറിവ് ഉയർത്തപ്പെടുക, ഭൂകമ്പങ്ങൾ അധികരിക്കപ്പെടുക. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖ്ബദൽ ഇൽം വതക്തുറു സലാസിൽ. എന്താണ്? ഭൂകമ്പങ്ങൾ അധികരിക്കുക, അറിവ് ഉയർത്തപ്പെടുക, പണ്ഡിതന്മാരില്ലാണ്ടാകുക, അതേപോലെ തന്നെ സമയം ചുരുങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയതഖാറബ സമാൻ, സമയം ചുരുങ്ങുക, വതൽഹറൽ ഫിത്ന, കുഴപ്പങ്ങൾ പ്രകടമാകുക, കൊലപാതകങ്ങൾ വർദ്ധിക്കുക, ഒഴുകും പോലെ നിങ്ങളിൽ സമ്പത്ത് പെരുക, ഒഴുകുന്ന പോലെ സമ്പത്ത് പെരുക. അല്ലേ? എല്ലായിടത്തും ഉള്ള സാധനം ഇപ്പൊ അത് അല്ലേ? അങ്ങനെ പെരുകുക എന്നിവ സംഭവിക്കും വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടേ അന്ത്യനാൾ വരികയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, വികാരം കൊണ്ടും വേദന കൊണ്ടും പ്രയാസം കൊണ്ടും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ എല്ലാവരും അവിടേക്കാണ് നമ്മുടെ ചിന്തകൾ വരേണ്ടത്. ഇനിയോ തിന്മകൾ അവസാനിപ്പിക്കാൻ എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ചുരത്തിന്റെ മുകളിൽ നടന്നതെന്ന് നമുക്കറിയണം. നമ്മൾ വിചാരിക്കാം ചുരത്തിന്റെ മുകളിൽ മാത്രമാണോ? അല്ല, ഇതറിയാത്ത ആളല്ല. തരും, അവിടെയും തരും ചില പാപങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ,
ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ പറഞ്ഞു, ഒരാളൊരു പാപം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, 2 വാക്കാ പ്രവാചകൻ പറഞ്ഞത്, അത് ചെറുപാപമാണെങ്കിൽ അത് വൻപാപമാക്കി അള്ളാഹു മാറ്റും. ഇനിയോ ഒരാളൊരു പാപത്തിൽ, ഒരു ഹറാമിൽ ഇങ്ങനെ തളച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ, അയാളുടെ വലിയ സാധനത്തെ എടുത്തു കളയും അല്ലാഹ്. അയാൾക്ക് ഏറ്റവും താങ്ങായ തണലായ ആളെ പടച്ചോൻ എടുത്തു കളയും. കയ്യിൽ നിന്ന് പോകുന്നത് എന്താന്ന് മനസ്സിലാവൂല. ഇന്നലെയൊക്കെ നടന്നത് അതല്ലേ? ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട് സുരക്ഷിതമൊന്നുമല്ല, ആരും അങ്ങനെ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ നാടിൽ പാപങ്ങൾ അധികം വന്നാൽ, നമ്മൾ നന്ദി കെട്ടവരായി ജീവിച്ചു തുടങ്ങിയാൽ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും. മുമ്പ് പല നാടുകളിലും പല രാജ്യങ്ങളിലും, ചൈനയിൽ അല്ലെങ്കിൽ അവിടുന്ന് വിട്ടാൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിനോട് അടുത്തല്ലാത്ത ദൂര സംസ്ഥാനങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന പ്രതിഭാസങ്ങളാണ് നമ്മുടെ ജില്ലയിൽ, അല്ലെ, നമ്മുടെ വീടകങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ നിമിത്തം കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഫസാദ് എന്ന് പറഞ്ഞില്ലേ? ഫസാദ് എന്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അബുൽ ആലിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മൻ അസല്ലാഹ ഫിൽ അർളി ഫഖദ് അഫ്സദ ഫിൽ അർളി ലിഅന്ന സ്വലാഹൽ അർളി വസ്സമാഅ ബിത്വാഅ. അദ്ദേഹം പറയുകയാണ്, ആരാണോ, കേൾക്കണേ, ആരാണോ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അവൻ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാട്സപ്പിൽ അള്ളാഹനെ പറഞ്ഞവരാ ഇത് കേൾക്കേണ്ടത്. ആരാണോ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അവനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയത്. അവനെ പോലുള്ളവനുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരീക്ഷണങ്ങൾ തരുന്നത് എന്ന് ഈ ഫസാദ് എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. ആരാണോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി. കാരണം ആകാശഭൂമികളുടെ നല്ല നിലനിൽപ്പ് അനുസരണയിലൂടെയാണ് നിലനിൽക്കുന്നത്. അള്ളാഹനെ അനുസരിക്കുന്നതിലൂടെയാണ് ആകാശഭൂമികളുടെ നിലനിൽപ്പ്. അത് നിലനിൽക്കുന്നത് അതിലൂടെയാണെന്ന് സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ വിചാരിക്കും വല്ലാത്തൊരു അപകടമായിപ്പോയി, അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, സൂറത്തു അൻകബൂത്തിലെ 40-ാമത്തെ വചനം. എല്ലാരും അള്ളാഹനെ ഓർക്കുന്ന ആളുകൾ എല്ലാരും ഇന്ന് പോയിട്ട് ഓതി അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണം, വായിച്ചു നോക്കണം. അള്ളാഹ് പറയാണ്, ഫകുല്ലൻ നഖദ്നാ ബിദംബിഹി വമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ അവരുടെ കുറ്റത്തിന് നാം അവരെ ശിക്ഷിച്ചു. ഫകുല്ലൻ നഖദ്നാ ബിദംബിഹി, ആ സമൂഹത്തിന്റെ അവർ ചെയ്ത തിന്മ കാരണത്താൽ നാം അവരെ ശിക്ഷിച്ചു. എങ്ങനെ? വമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവരെ ചരൽക്കല്ല് അയച്ചുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞു എല്ലാത്തിനെയും. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ആ പ്രദേശത്തെ കീഴ്മേൽ മറിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് അതാണ്. ചരൽക്കല്ലുകൾ വർഷിച്ചുകൊണ്ട് ആ സമുദായത്തെ ഇല്ലാതാക്കി. വമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ വമിൻഹും മൻ നഖദതുഹു സൈഖ. ഒരു വിഭാഗം, ഒരു സമുദായത്തെ അള്ളാഹ് കൊണ്ടുപോയത് എങ്ങനെയാണെന്നറിയോ? ഘോര ശബ്ദം ആ നാട്ടിലേക്ക് അങ്ങോട്ട് പിടികൂടി. കർണപടങ്ങൾ പൊത്തിപ്പിടിക്കാൻ കൈകൾ പൊന്താത്ത വിധം അത്രയും താങ്ങാനാവാത്ത ശബ്ദം കാരണത്താൽ അവർ എന്ത് ചെയ്തു? അവർ ജീവനില്ലാത്തവരായിട്ട് നിലംപരിശായി വീണ്. ആരെയാണത് ശിക്ഷിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മദിയൻ ഗോത്രത്തെയും സമൂദ് ഗോത്രത്തെയും ഇല്ലാതാക്കിയത് പടച്ചോൻ അങ്ങനെയാണ്. തോന്നിയാസം കൂടിയപ്പോ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തോന്നിയാസം കൂടിയപ്പോ അല്ലാഹു അപാരമായ ശിക്ഷ കൊടുത്തിട്ടാണ് ആ സമുദായത്തെ ഇല്ലാതാക്കിയത്. ഇനിയോ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ഖാറൂനെയും കുട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെ അല്ലാഹു എന്താ ചെയ്തത്? ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞതാ. ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച സാധനം കമിഴ്ത്തിയതുപോലെ ഹാറൂനും ടീമും ഭൂമിയുടെ മുകളിൽ നിൽക്കുമ്പോ അള്ളാഹ് എടുത്ത് കമിഴ്ത്തിക്കളഞ്ഞു ഭൂമിയിൽ അടിയിൽ. അങ്ങനെ ഒരു രാജാവ്, അങ്ങനെ ഒരു വൃത്തികെട്ടവൻ, അങ്ങനെ ഒരു സമുദായം ജീവിച്ചതിന്റെ ഒരു അടയാളം പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ. ഇനിയോ വമിൻഹും മൻ അഗ്റഖ്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തെ, പല വിഭാഗത്തെയും. ആരെയൊക്കെ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കാത്ത ആ ജനതയെ അല്ലേ നമ്മൾ പഠിച്ചതാണ് വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. ഫിർഔനെയും കുട്ടരെയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അള്ളാഹു വെള്ളത്തിലിട്ട് മുക്കി നശിപ്പിച്ചു കളഞ്ഞു. അതാണ് അള്ളാഹ് പറഞ്ഞത്, വമാ കാന അല്ലാഹു ലിയദ്ലിമഹും. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയായിരുന്നില്ല, ഞാൻ അവരോട് അക്രമം ചെയ്യുകയായിരുന്നില്ല ചെയ്തത്. യഥാർത്ഥത്തിൽ
വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. പക്ഷെ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചതിന്റെ ഫലമായി വന്നതാണത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതാ. നേരത്തെ ദഹറൽ ഫസാദു, ആളുകളുടെ ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, പ്രത്യക്ഷപ്പെട്ടു എന്ന്. അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹ് പറയുന്ന ഒരു ആയത്തുണ്ട്, സൂറത്ത് റൂമിലെ 40-ാമത്തെ വചനം. ഖുൽ സീറൂ ഫിൽ അർള്, നബിയെ പറയുക, ഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചു കൊള്ളട്ടെ. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെപ്പറ്റി നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ ഭൂരിഭാഗവും അല്ലാഹു അല്ലാത്ത ആളുകൾ ആരാധിക്കുന്നവരായിരുന്നു, ഷിർക്ക് ചെയ്തവരായിരുന്നു. വെറുതെ അല്ല പടച്ചോൻ ഇതൊന്നും ചെയ്യുന്നത്, ചില ഹറാമുകളെ ആയിരിക്കും തുടച്ച്. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള കുറെ ആളുകൾ മരിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടാകും, തോന്നിയാസം ഉണ്ടാവും അതിന്റെ ഉള്ളിൽ. ഇനിയോ തോന്നിയാസ് ഇല്ലാത്ത പലരും മരിച്ചിട്ടുണ്ട്, മരിക്കും. വൃത്തിയെട്ട ആളുകളെ നീക്കം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഷഹീദിന്റെ കൂലിയും കൊടുത്ത് അള്ളാഹ് എന്ത് ചെയ്യും, ഒന്നിച്ചങ്ങോട്ട് തിരിച്ചെടുക്കും. ഇനി ഇതൊന്നുമില്ല, പ്രളയം ഒന്നുമില്ലാത്തൊരു നാട്ടിൽ മരിക്കൂലേ, മരിക്കും, നമ്മളൊക്കെ മരിക്കും. അന്ന് ഇഖ്ലാസും ഈമാനും ഉള്ളവൻ അവൻ സ്വർഗത്തിലായിരിക്കും. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ഹിദായത്ത് കിട്ടാത്ത വിധത്തിൽ അള്ളാഹ് പിടികൂടിയതായിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ഹറാമുകൾ ചെയ്തിട്ട് മനോവിഷമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ചില ആളുകൾ നമ്മൾ പറയും എല്ലാ 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും പരീക്ഷണം. അയാൾക്ക് വരുമാനമില്ല, ജോലിയില്ല, അയാൾക്ക് മക്കളില്ല, ഉള്ള മക്കൾക്ക് രോഗം, ഫുൾ പ്രശ്നം. എന്നാൽ അള്ളാഹുവിൽ നിഷേധിച്ച് അള്ളാഹുവിൽ തീരെ വിശ്വസിക്കാത്ത, നമ്മുടെ റബ്ബിനെ കളിയാക്കുന്ന, അവർക്ക് ഒരുപാട് സമ്പത്തും സമ്പാദ്യവും അടിക്കടി കോടികൾ അവരെ കയ്യിലാണല്ലോ കോടികളുള്ളത് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. പ്രിയപ്പെട്ടവരെ, ബേജാറായിക്കോളി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്തിഗ്ഫാറിന്റെ വാതിൽ അള്ളാഹ് അടച്ചു കളഞ്ഞു. നരകത്തിലേക്ക് ഇന്ധനമായിട്ട്, നരകത്തിലേക്ക് കത്തിക്കാനുള്ള മെറ്റീരിയലായിട്ട് അള്ളാഹ് കുറച്ച് മനുഷ്യന്മാരെ പടച്ചിട്ടുണ്ട്. അവരിലേക്ക് അവരെത്തി എന്നാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അല്ലാതെ ഒരു ഭയങ്കര ഭാഗ്യവാന്മാരാ, നമ്മൾ ഫുള്ള് പ്രശ്നത്തിലാണല്ലോ എന്ന് നമ്മൾ ആരും വിഷമിച്ചുകൊണ്ട് ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, അവർക്ക് നമ്മൾ പോലും ഒരു തിന്മ ചെയ്യുന്ന ആൾക്ക് ബേജാറില്ലെങ്കിൽ പേടിച്ചോളി. എന്താണ്? ഇസ്തിഗ്ഫാറിന്റെ മാറാനുള്ളതിന്റെ ചാൻസിന്റെ വിദൂരത്തേക്ക് അയാൾ പോയി കഴിഞ്ഞു. അള്ളാഹു അയാളിൽ നിന്ന് അള്ളാന്റെ മുഖത്ത് എന്തായി കളഞ്ഞു, തിരിച്ചു കളഞ്ഞു. അള്ളാന്റെ ഒരു കാരുണ്യവും അയാൾക്ക് കിട്ടാത്ത വിധത്തിൽ അയാൾ ഭൗതികമായിട്ട് ഇങ്ങനെ ജീവിക്കും. പടച്ചതമ്പുരാൻ എല്ലാവർക്കും കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ഇവിടുത്തെ ഭൂമിയിലെ വായുവും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ഒരു ബറക്കാത്തും അയാളിലേക്ക് വരില്ല. ഇനിയോ വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല എന്ന ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവിടെയും അള്ളാഹ് പറഞ്ഞു ഫസീറു ഫിൽ അർള് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിലേക്കും പ്രബോധനത്തിനായി പ്രവാചകന്മാരെ അയച്ചു. അവിടെ അവരെ വ്യാജമാക്കിയവരുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്നുള്ള പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടം തന്നെയാണ്, തീരാ നഷ്ടമാണ്. നമ്മൾ അവർക്കെല്ലാവർക്കും കേവലമായ ഒരു പൊതിച്ചോറോ ഒരു കെട്ട് ഡ്രസ്സോ കൊടുത്തത് കൊണ്ട് തീരുന്നതല്ല പ്രശ്നമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആർക്കൊക്കെയാണ് വീട് പോയത് എന്നറിയണമെങ്കിൽ ആരൊക്കെയാണ് ബാക്കിയുള്ളത് എന്ന് കിട്ടണ്ടേ? ആലോചിച്ച് നോക്കിയേ. ആർക്കൊക്കെയാണ് നമ്മൾ വീടെടുത്ത് കൊടുക്കുക എന്ന് തീരുമാനിക്കണമെങ്കിൽ വീടിന് അർഹരായ എത്ര പേർ ബാക്കിയുണ്ട് എന്ന് കിട്ടണ്ടേ? അത്രയും പ്രതിസന്ധിയാണ് അവിടെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സജ്ജമായി ഇറങ്ങിയ ഒരു വലിയ യുവസമൂഹമുണ്ട് അവിടെ. തന്റെ മക്കളെയും തന്റെ രോഗികളായി കിടക്കുന്ന കുടുംബത്തെയും ഒക്കെ മാറ്റി നിർത്തി മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് ബാക്കിയായ ആളുകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല ഒരാളും ബാക്കിയില്ലാത്ത വിധം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു മേപ്പാടിയിൽ. അദ്ദേഹം പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ 23 പേരും മരിച്ചു പോയിട്ടുണ്ട്. എന്തു പറയാനാ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളെ അതിജയിക്കാനുള്ള കരുത്തും സമാധാനം സ്വീകരിക്കാനുള്ള മനസ്സും നൽകി ആ നാട്ടുകാരെയും നമ്മെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വൃദ്ധരെ ആദരിക്കുകയും അനാഥരെ സംരക്ഷിക്കുകയും ചെയ്താലുള്ള പ്രതിഫലത്തിൽ ആരാധനകളാൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വൃദ്ധരും നിരാലംബരുമായ അനാഥരും ഭൂമിയിൽ ഉണ്ടായതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ചില ഭാഗത്ത്
സംരക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചില നന്മകളുടെ നാമ്പുകൾ ബാക്കിയുള്ളത് കൊണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ ഒരു കവി പാടിയ ഒരു പാട്ടുണ്ട്. അതിന്റെ അർത്ഥത്തിൽ വരുന്നത്, ആരാധ്യന് റുക്കൂ ചെയ്യുന്ന വൃദ്ധരും മുലയൂട്ടപ്പെടുന്ന അനാഥകളായ കുട്ടികളും വിജനഭൂമിയിലൂടെ ഉലാത്തുന്ന കാലികളും ഇല്ലായിരുന്നുവെങ്കിൽ വേദനാജനകമായ ശിക്ഷകൾ നിങ്ങൾക്ക് മേൽ ഭവിക്കുമായിരുന്നു എന്നാണ്. വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും വലിച്ചെറിയപ്പെടുന്ന ചോരപ്പൈതലങ്ങളും ഇന്ന് വർദ്ധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ കോപം നേടാനുള്ള എല്ലാ പണിയും നമ്മൾ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ യുവാക്കളായ കുട്ടികൾ ബൈക്കെടുത്തും സൈക്കിളെടുത്തും ചുരം കയറിപ്പോയിട്ട് അവരെവിടെ എത്തുന്നു നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും കട്ടൻ ചായ കുടിക്കാൻ പോകുന്നതാണ്, പോയിട്ടുണ്ട്, അങ്ങനെ തന്നെ വരുന്നവരുണ്ട്. എന്നാൽ ഒരു വലിയ വിഭാഗം ആളുകൾ വയനാടിന്റെ ഓരങ്ങളിൽ തമ്പടിച്ച് തോന്നിയാസങ്ങൾ, ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്, ഈ സംഭവം വരുന്നതിന്റെ മുമ്പേ ചർച്ച വന്ന വിഷയങ്ങളായതെല്ലാം. അവിടെയെല്ലാം തോന്നിയാസ കേന്ദ്രങ്ങൾ വർദ്ധിക്കുകയും തലയുയർത്തി വരുന്ന ഏതൊരു ചെറിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലും നിങ്ങൾക്കെന്ത് തോന്നിയാസവുമായിട്ട് വരാം എന്ന് പറയുന്നത്, റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ റിസോർട്ടുകൾ വെച്ചിട്ട് തോന്നിയാസം നടത്താൻ വേണ്ടി മാത്രം, അവരെ ട്രേസ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സ്ഥലങ്ങൾ എന്നെക്കാളും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ബിസിനസ്സുകാരും അവിടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നടന്നത് എന്താ? ദിക്ർ ഹൽക്കയാ. നിങ്ങൾ ആലോചിക്കും, ദിക്ർ ഹൽക്കയാ, ഖുർആൻ പാരായണ, ഖുർആൻ മത്സര, എന്താ അവിടെയൊക്കെ നടന്നത്? തോന്നിയാസങ്ങളായിരുന്നു ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, കുഴപ്പങ്ങൾ കാണുന്നിടത്ത് അവിടെ നിന്ന് സ്ഥലം മാറാനാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഏത് സമയത്തും ഇത് പിടികൂടുക തന്നെ ചെയ്യും. നാളെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ചെറിയ എന്തെല്ലാം ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. നാളെ സ്കൂളില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ മഴ പെയ്യും, അല്ലെങ്കിൽ പെയ്യില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നതാണ് കാരണമെന്നും ഇന്ന് രാത്രി 1:30 മണിക്ക് അതാ ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിയൊരു ശേഖരം തന്നെ കുതിച്ചുയർന്ന് ഈ നാടും കടന്ന് അങ്ങ് പോകും, അങ്ങ് ചാലിയാറിന്റെ അല്ല അറബിക്കടലിലേക്ക്. ഇവിടെ വയനാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മയ്യത്തുകൾ എത്തുന്ന വിധത്തിൽ അത്രയും ആപതിക്കുന്ന തരത്തിലുള്ള അതിരൂക്ഷമായ തിരമാലകളും വെള്ളക്കെട്ടുകളും വരുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞുവോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നിങ്ങൾ ഉറങ്ങിക്കിടക്കവേ, അവരവരുടെ വീടുകളിൽ ഉറങ്ങിക്കിടക്കവേ നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ സമാധാനത്തിലിരിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങിക്കിടക്കവേ നിങ്ങളെ പിടികൂടുന്ന. ഇനിയോ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. നിങ്ങൾ പ്രഭാതത്തിൽ അവർ കളിച്ചുകൊണ്ടിരിക്കവേ എന്റെ ശിക്ഷ പിടികൂടില്ല എന്നവർ ഭയപ്പെടുന്നു, പിടികൂടില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? രണ്ട് സമയത്ത് തങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ നമ്മളുടെ ഈ ആയുസ്സിന്റെ ഉള്ളിൽ നടന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളും എടുത്തു നോക്കിയേ. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവരുടെ വീടുകളിൽ ഉറങ്ങിക്കിടക്കവേ എന്റെ ശിക്ഷ വരുമെന്നുള്ള പറഞ്ഞ ആ സമയത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും സുരക്ഷിതരല്ല. നിങ്ങൾ വിചാരിക്കേണ്ട, ആദ്യം കടപ്പുറമുള്ള ബീച്ച് ഭാഗത്തുള്ള ആളുകൾക്കായിരുന്നു പേടി. അങ്ങനെ പല ആളുകൾ കെട്ടും കെട്ടി കിഴക്കോട്ടേക്ക് പോയതാ. ഇപ്പൊ കിഴക്കുന്ന എവിടേക്കാ അവർ പോവുക? എങ്ങോട്ടാ നമ്മൾ പോവുക പ്രിയപ്പെട്ടവരെ? എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഇതിന് എന്താണ് ഈ ഒരു ഖുതുബ കൊണ്ടൊന്നും ഇത് തീരുവയില്ല, ഒരു ഖുതുബ കൊണ്ടൊന്നും ഇതിന് പരിഹാരമില്ല. പക്ഷേ എന്റെ ഖുതുബയുടെ വരികളിൽ നിന്ന് ഒരല്പം ശരിയായ ചില ഉദ്ദേശങ്ങൾ, ശരിയായ ചില ചിന്തകൾ ലഭിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഏത് സമയത്തും ഇത് പിടികൂടും. ഇത് പാടില്ലാത്തതായിരുന്നു, അതവിടെ വരരുതായിരുന്നു എന്നൊന്നും നമ്മൾ പറയരുത്. ഇത് ആരെ നാടായത്? ഇത് ആരെ നാടാണ്? ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഇതാര് പടച്ചതാണ്? ഇത് അള്ളാഹു പടച്ചതാണ്. നമ്മളെയോ അള്ളാഹു പടച്ചതാണ്. നിങ്ങളെ തിരിച്ചെടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഏത് സൃഷ്ടിജാലത്തെയും തിരിച്ചെടുക്കാൻ അതിന് അള്ളാഹുവിന് അർഹതയില്ലേ പ്രിയപ്പെട്ടവരെ? അതിന്റെ യജമാനൻ റബ്ബല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളിവിടെ ഒരു യാത്രക്കാർ മാത്രമാണ്. എന്തെല്ലാം അവിടെ നശിച്ചു, നിങ്ങൾ ആലോചിച്ചൊക്കെ, എന്തെല്ലാം നശിച്ചു. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന എത്ര ജീവജാലങ്ങൾ അവിടെ മരണപ്പെട്ടു, എത്ര കന്നുകാലികൾ അവിടെ ഇല്ലാതായി, എത്ര ആട്ടിൻകുട്ടികൾ അവിടെ മരണപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരുപാടെണ്ണം കൊല്ലപ്പെട്ടില്ലേ? എല്ലാം കൊല്ലപ്പെട്ടു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിലെ, അള്ളാഹുവിന്റെ ചില നീക്കങ്ങളിലെ ഓരോ ഘട്ടങ്ങളാണ് നിലനിൽക്കലും
തകർക്കലും എന്നത്. നിലനിൽക്കലും തകർക്കലും എടുത്തുമാറ്റലും അതൊരു പക്ഷേ ഒരു കൂട്ടർക്ക് ശിക്ഷയായിരിക്കും, ഒരു പക്ഷേ ഒരു കൂട്ടർക്ക് ചിന്തിക്കാനുള്ളതായിരിക്കും. അല്ലാഹു പറഞ്ഞില്ലേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞില്ലേ. ചില ആളുകൾക്ക് തിരുത്താനായിരിക്കും, ചില ആളുകൾ ഭയപ്പാടോടുകൂടി അവരുടെ ജീവിതത്തിന്റെ ശൈലിയെ നേരാവണ്ണമുള്ള ദിശയിലേക്ക് തിരിക്കാനുള്ള തീരുമാനമെടുക്കാനായിരിക്കും. ചില ആളുകൾ അവരുടെ സമ്പന്നതയുടെ ഉത്തുംഗതയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ഒരു വിഭാഗത്തിലേക്ക് ഒരു രൂപ പോലും കൊടുക്കാത്തവനായി മാറുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനായിരിക്കും. ആരോഗ്യവും ആയുസ്സും ധൈര്യവും തന്നിട്ട് ഈ കഥകളൊക്കെ ഫോണിൽ കണ്ട് അവിടേക്ക് പോകാതെ അവർക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കാതെ മടിയന്മാരായിരിക്കുന്ന എത്ര യുവാക്കളുണ്ട് എന്ന് നോക്കാനും കൂടിയായിരിക്കും. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും ഈ പ്രതിഭാസങ്ങൾ വരുമ്പോൾ നമ്മെയാണ് അത് വിചാരണ ചെയ്യുന്നത് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷപ്പെട്ടു, അല്ല, നമ്മളാ കുടുങ്ങിയത്. അവരാണ് രക്ഷപ്പെട്ടവർ, അവര് രക്ഷപ്പെട്ടു, അവർക്ക് നല്ലൊരു അന്ത്യം കിട്ടി. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബേജാറില്ല. അല്ലാത്ത ആളുകൾക്ക് ദീനെത്തിക്കാൻ അവസരമുണ്ടായിട്ട് എത്തിക്കാത്തവർ അവിടെ ഉണ്ടെങ്കിൽ അവർ കുടുങ്ങി. അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് അവർ നമ്മുടെ കൈകളിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞു. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ, ഉപദേശങ്ങൾ കൊടുക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് സ്നേഹത്തിൽ ചാലിച്ച് സമൂഹത്തിന്റെ ഭദ്രതയും അയൽപക്കത്തിന്റെ ഭദ്രതയും പേടിച്ച് അത് സൂക്ഷിച്ച് ആ നാഥനെ പറ്റി പറഞ്ഞു കൊടുക്കാത്തവരായി ജീവിച്ചവർക്കുള്ള ചോദ്യചിഹ്നമാണിതെല്ലാം. അവർ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിരുന്നോ എന്നുള്ള മഹ്ശറിൽ ചോദിക്കുമ്പോൾ ഇടത്തും വലത്തും നാട്ടിലുമുള്ള ആളുകൾക്ക് റബ്ബിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു കൊടുത്തിരുന്നോ? ഇനി പറയാൻ കഴിയാത്ത നിനക്ക് നിന്റെ കയ്യിലെ നോട്ടീസ് നീ അവരെത്തിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ റബ്ബേ, ആ നാട് മൊത്തം നീങ്ങിക്കഴിഞ്ഞു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഹതഭാഗ്യര് മറുപടി പറയുന്ന അവസ്ഥ വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇവിടേക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. ഇവിടേക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും പിടുത്തം വരിക, അല്ലെ? ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും പിടുത്തം വരിക. ആ സമയത്തേക്ക് നമ്മുടെ ഭാഗം ഭദ്രമാണോ എന്നതാണ് ജാഗ്രതയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുത്ബ എന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ആളുകളും എല്ലാം ചർച്ച ചെയ്തു, ആരും റബ്ബിനെ ചർച്ച ചെയ്തതായിട്ട് കാണുന്നില്ല. പല ആളുകളും പലതും പ്രഖ്യാപിക്കുമ്പോഴും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വല്ലാത്ത അവനെപ്പറ്റി ചിന്തിക്കാനുള്ള, തിരിച്ചറിയാനുള്ള, തിരുത്താനുള്ള ഒരു വലിയ സംഭവമാക്കി പറയാൻ പോലും ആളുകൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് പടച്ച തമ്പുരാന്റെ കോപം അടുത്തത് വരാനുള്ള ചാൻസ് ഉദിക്കുന്നത്. പടച്ച തമ്പുരാന്റെ കോപം. അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു നാട്, അള്ളാഹ് പറയുന്നുണ്ട്, ഒരു നാട് ഇസ്ലാഹ് നടത്തുന്ന കാലത്തോളം ആ രാജ്യത്ത് അള്ളാഹ് തകർക്കൂലെന്നാണ്. ചിന്തിച്ചു നോക്കിയ വല്ലാത്തൊരു പ്രയോഗം അള്ളാന്റെ ഖുർആനിൽ. ഒരു നാട്ടിൽ ഇസ്ലാഹ് നടത്തുക എന്ന് പറഞ്ഞാൽ നന്മ വിതക്കുന്ന നാട്ടുകാരുള്ള കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ അല്ലാഹു നശിപ്പിക്കുകയില്ല എന്നാണ്. അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. എന്താണ്? അല്ലാഹുവിന്റെ ശിക്ഷകളിൽ നിന്നുള്ള 2 സംരക്ഷണങ്ങൾ ഭൂമിയിലുണ്ട്. എല്ലാ ശിക്ഷയിലും നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ള 2 കാര്യം ഭൂമിയിലുണ്ട്. അവയിൽ ഒന്ന് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു, മറ്റേത് നിങ്ങളിലുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക. എന്നിട്ട് പറഞ്ഞു, ഉയർത്തപ്പെട്ടത് അള്ളാന്റെ ദൂതനാണ്. ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹ് അവിടെ വെച്ചിരിക്കുന്ന 2 സംവിധാനം, അതിലൊന്ന് നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ ഉയർത്തപ്പെട്ടു. ഇനി അവശേഷിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്, പാപമോചന പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ. ഇനിയോ ഖുർആൻ പറയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയേ, നീ അവരിൽ ഉണ്ടായിരിക്കെ അവരെ ഞാൻ ശിക്ഷിക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ആയത്താ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ വചനം. നീ അവരിൽ ഉണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കുന്നതല്ല. ഇനിയോ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ അവരെ ശിക്ഷിക്കുന്നതല്ല എന്ന് ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആയത്തിൽ പടച്ചോൻ പറയാണ്, ഇസ്തിഗ്ഫാർ എവിടെ ഇസ്തിഗ്ഫാർ? ആ സ്വന്തം കൂട്ടുകാരനോടൊരു തെറ്റ് ചെയ്താൽ പോലും സോറി എന്ന് പറയാൻ കഴിയുന്നില്ല നമുക്ക്. അള്ളാഹിനോട് ഒരിക്കലും പറയുന്നില്ല. തിന്മകൾ നങ്കൂരമിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കാനുള്ള തിരിച്ചറിവാണ് സത്യവിശ്വാസികളായ സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതീവ ഗുരുതരമായ ശിക്ഷാ നടപടികളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതിനെ തരണം ചെയ്യാനുള്ള ഈമാൻ
നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ പലരുമുണ്ടവിടെ. അള്ളാഹുവേ, അവർക്ക് നീ ഏറ്റവും നല്ലത്, ഉദാത്തമായത്, ഏറ്റവും ഉത്കൃഷ്ടമായത് നീ അവർക്ക് നീ പകരം നൽകണമേ. അള്ളാഹുവേ, അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ആഫിയത്ത് നൽകണമേ. അവരെ എല്ലാവിധ ദുരന്തത്തിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവേ, അവിടേക്ക് സഹായിക്കുന്ന ആളുകളെ എല്ലാവിധ ആപത്തിൽ നിന്നും നീ കരകയറ്റണമേ. അവരുടെ സമ്പാദ്യത്തിൽ നീ ബറക്കാത്തുകൾ നൽകണമേ. അള്ളാഹുവേ, അവിടെ പോയി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം അവർക്ക് ഇഖ്ലാസോടുകൂടി ചെയ്യുവാൻ അള്ളാഹുവേ നീ അവർക്ക് നല്ല മനസ്സ് നൽകണമേ. അള്ളാഹുവേ, ഇതിനിടയിൽ ചൂഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ചൂഷകരെ പടച്ച തമ്പുരാനെ നീ ആ പാവങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين.